സമീപകാലത്തെ ഏറ്റവും മോശം പ്രകടനത്തിലൂടെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സീസണിൽ ഇപ്പോൾ നിലവിൽ പോയിന്റ് ടേബിളിൽ 15ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇതുവരെ കളിച്ച 25 മത്സരങ്ങളിൽ 12ലും പരാജയപ്പെട്ടു എന്നുള്ളതാണ് വളരെ അലാമിംഗ് ആയുള്ള ഒരു വസ്തുത. അതുകൂടാതെ ഇപ്പോൾ അമോറിം വന്നതിന് ശേഷമുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പം 14 മത്സരങ്ങളിൽ 8ലും യുണൈറ്റഡ് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ആകെ ജയിച്ചത് 4 മത്സരങ്ങളാണ്. 2 മത്സരങ്ങളിൽ സമനിലയായിരുന്നു ഫലം. അപ്പം നമ്മൾ നോക്കേണ്ടത് അമോറിം വന്നപ്പോൾ, അതായത് ടെൻ ഹാഗ് പോയി അമോറിം വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം അറിയാം, കാരണം പെട്ടെന്ന് തന്നെ യുണൈറ്റഡ് പോലത്തെ ഒരു ടീമിൽ വന്നിട്ട് അദ്ദേഹത്തിന് അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിയാം. കാരണം താരങ്ങൾ ഈ പറയുന്ന താരങ്ങൾ തന്നെയാണല്ലോ, കാരണം വലിയ മാറ്റങ്ങളൊന്നും സ്ക്വാഡിൽ ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അമോറിം പെട്ടെന്ന് അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആയുള്ള ഒരു പെർഫോമൻസ് അമോറിമിന് കീഴിൽ യുണൈറ്റഡ് കാഴ്ചവെക്കുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. വമ്പൻ ടീമുകൾക്കെതിരെയുള്ള വിജയമൊക്കെ കണ്ടപ്പോൾ ഇടയ്ക്ക് ചില ഇങ്ങനെ സൂചനകളൊക്കെ നൽകിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ നിലവിലെ സിറ്റുവേഷൻ വളരെ ദയനീയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടീമിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. താരങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര രീതിയിലുള്ള ഇൻറ്റൻസിറ്റി ഇല്ല, നല്ല രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് പ്രകടമാക്കുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ഇപ്പം ചില പ്രമുഖ താരങ്ങൾക്ക് പരിക്കേറ്റ് പുറത്തു പോയിരിക്കുന്നത്. ഇപ്പം അമദിനെ പോലുള്ളൊരു പ്ലെയറിനെയൊക്കെ ഈ സീസൺ നഷ്ടമാകുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റില്ല യുണൈറ്റഡിനെ സംബന്ധിച്ച്. ആകെ ഒരു ആശ്വാസം അമദൊക്കെ ആയിരുന്നു. ബ്രൂണോയ്ക്കൊപ്പം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന പ്ലെയർ അമദായിരുന്നു. പിന്നെ അതുകൂടാതെ മറ്റൊരു നല്ല പെർഫോമറായ മൈനോയും പുറത്തു പോയിരിക്കുന്നു, അദ്ദേഹം പരിക്കേറ്റിരിക്കുകയാണ്. ലിസാൻഡ്രോയുടെ സീസൺ അവസാനിച്ചു പരിക്ക് കാരണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് താരങ്ങൾ പരിക്കിൻ്റെ പിടിയിലാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് താരങ്ങൾ പരിക്ക് അല്ലെങ്കിൽ മറ്റ് അസ്വസ്ഥതകളൊക്കെ കാരണം കളത്തിന് പുറത്താണ്. ടോട്ടൻഹാമിനെതിരെയുള്ള മത്സരത്തിൽ നമ്മളത് കണ്ടു. പക്ഷേ എന്നിട്ടും ഏറ്റവും മികച്ച അവൈലബിൾ ആയുള്ള, അതായത് ലിമിറ്റഡ് ആയുള്ള സ്ക്വാഡിൽ ഏറ്റവും മികച്ച പ്ലേയേഴ്സിനെ തന്നെയാണ് അമോറിം ഇറക്കിയത് സ്റ്റാർട്ടിംഗ് 11-ൽ. പക്ഷേ എന്നിട്ടും കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അതുപോലെ തന്നെ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു, പക്ഷേ ഗോളാക്കി മാറ്റാൻ പറ്റുന്നില്ല. ഫൈനൽ തേർഡിൽ പരാജയപ്പെടുന്നു. ഗർനാച്ചോയ്ക്ക് എത്ര ചാൻസാണ് മിസ്സാക്കിയെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഹോയ്ലൻഡിനെ പോലുള്ളൊരു പ്ലെയറൊക്കെ ശരിക്കും ഒരു സെക്കൻഡ് ഡിവിഷൻ ലീഗിൽ പോലും കളിക്കാനുള്ള നിലവാരത്തിലല്ല ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു പരാജയം തന്നെയാണ് ഹോയ്ലൻഡിനെ പോലുള്ളൊരു താരം. കാരണം മുന്നേറ്റ നിരയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം യുണൈറ്റഡിന് നല്ലൊരു ഗോൾ സ്കോർ ഇല്ല എന്നുള്ളത് തന്നെയാണ്. കറക്റ്റ് ടൈമിൽ തന്നെ ഫൈനൽ തേർഡിലേക്ക് കടന്ന് കൃത്യസമയത്ത് ഗോൾ നേടാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ യുണൈറ്റഡിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം ടോട്ടൻഹാമിനെതിരെയുള്ള മത്സരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫൻസിൽ വലിയ പ്രശ്നം കണ്ടില്ല. അപ്പോൾ നാനയുടെ ഒരു മിസ്റ്റേക്ക് വഴി ആ ഗോൾ സംഭവിച്ചു, പക്ഷേ ഡിഫൻസിൽ വലിയ മിസ്റ്റേക്ക് കണ്ടിരുന്നില്ല. പക്ഷേ മിഡും മുന്നേറ്റ നിരയും ദയനീയമായിരുന്നു എന്ന് പറയേണ്ടി വരും. പിന്നെ ചില ഒരു എക്സെപ്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ ടോട്ടൻഹാമിനെതിരെയുള്ള മത്സരത്തിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് 16ന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, കാരണം കൺവേർട്ട് ചെയ്ത് ഗോളാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് മെയിൻ പ്രശ്നം. പിന്നെ ദോർഗു അത്യാവശ്യം ഒരു പ്രോമിസിങ് ആയുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. പക്ഷേ ദോർഗുവിനൊന്നും ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. ഗർനാച്ചോ ഒക്കെ ഈ അവസരങ്ങൾ തുലയ്ക്കുക മാത്രമല്ല, പലപ്പോഴും ഒരു സെൽഫ് പ്ലേ ആണ് ഗർനാച്ചോൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ദോർഗുവിനൊന്നും വേണ്ടത്ര രീതിയിലുള്ള സപ്പോർട്ട് ഗർനാച്ചോ മൈതാനത്ത് കൊടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സീസണിൽ ഇനിയിപ്പം വരുന്ന മത്സരങ്ങൾ, ഇപ്പം എവേർട്ടനെതിരെയാണ് നെക്സ്റ്റ് മത്സരം പ്രീമിയർ ലീഗിൽ, അത് കഴിഞ്ഞ് ഇപ്സ്വിച്ച് ടൗൺ, അത് കഴിഞ്ഞാൽ ആഴ്സണൽ. അപ്പം ഒന്നും അത്ര എളുപ്പമുള്ള മത്സരങ്ങളല്ല. പ്രത്യേകിച്ച് എവേർട്ടനൊക്കെ നല്ല രീതിയിൽ ഫോമായിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് മോയസ് വന്നതിന് ശേഷം. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 1-2 മത്സരങ്ങൾ വീണ്ടും പരാജയപ്പെടുകയാണെങ്കിൽ യുണൈറ്റഡിനെ സംബന്ധിച്ച് വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് ടീം പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ 15ാം സ്ഥാനത്താണ് നിൽക്കുന്നത്, പക്ഷേ റെലഗേഷനിലേക്കൊന്നും പോകില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നിലവിൽ 18ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇപ്സ്വിച്ച് ടൗണിനേക്കാൾ 12 പോയിന്റ് കൂടുതൽ യുണൈറ്റഡിനുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും വളരെ ഡേഞ്ചർ സോണിൽ തന്നെയാണ് ടീം നിൽക്കുന്നത്. അപ്പം അമോറിമിന് എന്തിനി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇപ്പം ഈ ഒരു പ്രശ്നത്തിന്, യുണൈറ്റഡിൻ്റെ ഒരു പ്രോബ്ലത്തിന് കാരണം കോച്ചോ താരങ്ങളോ മാത്രമല്ല, കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, മാനേജ്മെൻറ്റ് തന്നെയാണ്. കാരണം മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ട്രാൻസ്ഫർ പോളിസി തന്നെയാണ്, അവരുടെ മണ്ടൻ തീരുമാനങ്ങളൊക്കെ തന്നെയാണ് യുണൈറ്റഡിനെ ഇങ്ങനെ ഒരു ദുരിതക്കയത്തിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ഒരു പുതിയൊരു മാനേജറെ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പുതിയ ശൈലിയുള്ള, ഒരു മോഡേൺ ശൈലിയുള്ള 3-4-3 എന്നുള്ള ഒരു ഫോർമേഷനിലൊക്കെ ടീമിനെ ഇറക്കുന്ന എൻ്റർലി ഡിഫറെൻ്റ് ആയുള്ള ഒരു ഹൈ ഇൻറ്റൻസിറ്റി പ്രസ്സിംഗ് ഗെയിം കളിക്കുന്ന ഒരു കോച്ച് വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള താരങ്ങൾ ടീമിൽ വേണം. അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ഡസൻ താരങ്ങളെങ്കിലും വേണം. നിലവിൽ യുണൈറ്റഡിൻ്റെ അവസ്ഥ നോക്കുകയാണ്, അമോറിമിൻ്റെ ശൈലിക്ക് പറ്റിയ താരങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സ്ട്രഗിളിന്
കാരണം. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മാറി വരണമെങ്കിൽ 8 ടോപ്പ് ക്ലാസ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് വന്നാൽ മാത്രമുള്ള അമോറിം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിലവിൽ ഈ ഒരു താരങ്ങളെ വെച്ച് വളരെ മോശമായ രീതിയിൽ സ്ഥിരതയില്ലാതെ പെർഫോം ചെയ്യുന്ന ഈ പ്ലെയേഴ്സിനെ വെച്ച് എന്ത് അത്ഭുതങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ മിഡ് സീസണിൽ ടെൻഹാഗിനെ മാറ്റി മറ്റൊരു കോച്ചിനെ കൊണ്ടുവരുമ്പോൾ ഒന്നുകിൽ ആ ഒരു ശൈലിക്ക്, അതായത് യുണൈറ്റഡ് നിലവിൽ കളിച്ച് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ താരങ്ങളുടെ ഒരു ശൈലിക്ക് അനുഗുണമായ രീതിയിലുള്ള ഒരു കോച്ചിനെ കൊണ്ടുവരണം. കുറച്ചും കൂടിയൊക്കെ ഒന്ന് അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കോച്ചിനെ കൊണ്ടുവരണം. അല്ലെങ്കിൽ മിസ്റ്റർ റോയിനെ പോലുള്ള ഇടയ്ക്കിടക്കാല മാനേജർ എന്നുള്ള രീതിയിൽ അദ്ദേഹം അത്യാവശ്യം നല്ല പെർഫോമൻസ് ടീമിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പം ആ രീതിയിലുള്ള ഒരു കോച്ചിനെ നിലനിർത്തി ഈ സീസൺ അദ്ദേഹത്തെ വെച്ച് പരീക്ഷിക്കുക. എന്നിട്ട് നെക്സ്റ്റ് സീസണിൽ ഒരു ഫ്രഷ് കോച്ച്, ഇപ്പം അമോറിം ആണെങ്കിൽ നെക്സ്റ്റ് സീസൺ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടെ ടൈം കിട്ടും. കാരണം യുണൈറ്റഡിന് കുറച്ചും കൂടെ അദ്ദേഹത്തിന് വേണ്ട താരങ്ങളൊക്കെ നെക്സ്റ്റ് സമ്മറിൽ കുറച്ചും കൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ അല്പം കൂടി ഒരു പോസിറ്റീവായുള്ള ഒരു തുടക്കം അമോറിമിന് ലഭിക്കുമായിരുന്നു. ഇതിപ്പം അമോറിമിന്റെ തുടക്കം ഒരു ഡിസാസ്റ്റർ ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം ഈ ടീമിനെ ഈ ഒരു പോസിറ്റീവ് സ്പിരിറ്റിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ്. കാരണം ഒരു കോച്ച് വരുമ്പോൾ ആ കോച്ചിൻ്റെ ശൈലിക്ക് അനുസരിച്ചുള്ള താരങ്ങൾ ടീമിൽ വേണ്ടേ. ഇപ്പോൾ യുണൈറ്റഡ് മാനേജ്മെൻറ്റ് ഇപ്പോൾ സത്യത്തിൽ ഒരു ക്ലൂ ഇല്ലാതെ നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്കിത് എന്താ ഇപ്പം നടക്കുന്നത്, എന്ത് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമോറിമും ഇപ്പോൾ ഏതാണ്ട് ആ ഒരു സിറ്റുവേഷനിൽ എത്തിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ അമോറിമിനെ സംബന്ധിച്ച് ഇനിയിപ്പം നെക്സ്റ്റ് സീസണിൽ ടീമിനെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതുവരെ ഈ സീസണിൽ ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ പറയുമ്പോൾ യുണൈറ്റഡ് പോലത്തെ ഒരു ക്ലബിന് ഈ പ്രഷറിനെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം അത്രയ്ക്ക് മീഡിയ പ്രഷർ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ മീഡിയ പ്രഷർ നേരിടുന്ന ഒരു ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇനിയുള്ള മത്സരങ്ങളൊക്കെ വീണ്ടും തുടർച്ച പരാജയപ്പെടുകയാണെങ്കിൽ അമോറിമിന് പോലും കൂടുതൽ പ്രഷർ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനിയസ് എന്ന് പറയുന്ന അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് അങ്ങനെയൊക്കെയാണ്. 2017 അവർ ഫ്രഞ്ച് ക്ലബ്ബ് നീസ് ഏറ്റെടുത്തതിന് ശേഷം 7-9 മാനേജർമാരായിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. ആ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് മാനേജ്മെന്റ് മാറ്റുന്ന ഒരു ശൈലിയൊക്കെയാണ് അവർക്കുള്ളത്. അപ്പോൾ അമോറിമിൻ്റെ കാര്യം സേഫ് ആണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. കാരണം നമ്മളെല്ലാവരും പൊതുവെ പ്രതീക്ഷിക്കുന്ന അമോറിമിന് ഈ സീസൺ മാക്സിമം ഒരു പരീക്ഷണം എന്നുള്ള രീതി കൊടുക്കുന്നിട്ട് നെക്സ്റ്റ് സീസൺ മുതലായിരിക്കും അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിംഗ് ടൈം എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രഷർ ഇങ്ങനെ ബിൽഡ് ഓൺ ചെയ്ത് വരികയാണെങ്കിൽ അപ്പം എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇപ്പം പ്രമുഖരായുള്ള പല താരങ്ങളും പരിക്കേറ്റ് പുറത്തു പോയിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പം മാക്സിമം അക്കാദമി പ്ലെയേഴ്സിനെ വെച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും യുണൈറ്റഡ് നല്ലതെന്ന് തോന്നുന്നു. കാരണം ഈ സ്ഥിരമായിട്ട് മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന യാതൊരു ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടും വരാത്ത കുറേ പ്ലെയേഴ്സിനെ വെച്ച് ഇനിയും പരീക്ഷണം നടത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇവരുടെ ഭാഗത്തു നിന്ന് ഇനിയൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ അക്കാദമി പ്ലെയേഴ്സിനെ കൊണ്ടുവരികയാണെങ്കിൽ നെക്സ്റ്റ് സീസണിലെങ്കിലും ഗുണം ചെയ്യും. ഇനി എന്തായാലും ഒരു ഫിനിഷിലൊന്നും വലിയ വ്യത്യാസമൊന്നും പ്രീമിയർ ലീഗിൽ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. പിന്നെ യൂറോപ്പ ലീഗും FA കപ്പുമാണ് മറ്റ് 2 പ്രതീക്ഷകളും ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രീമിയർ ലീഗിൽ സ്ട്രഗിൾ ചെയ്യുമ്പോഴും FA കപ്പിലും യൂറോപ്പ ലീഗിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. യൂറോപ്പ ലീഗ് ജയിക്കുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് കടക്കാൻ പറ്റും, FA കപ്പ് വിജയിക്കുകയാണെങ്കിൽ യൂറോപ്പ ലീഗിൽ കളിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ യുണൈറ്റഡിന് മുമ്പിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ താരങ്ങളുടെ അഹമ്മദിനെയൊക്കെ പോലുള്ള താരങ്ങളുടെ പരിക്കൊക്കെ അതിലും ഒരു കരുനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള കാര്യം വളരെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ആലോചിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു യുണൈറ്റഡിൻ്റെ ഈ ഒരു അവസ്ഥ? ഇനി എങ്ങനെ യുണൈറ്റഡ് കരകയറും? ഈ സീസണിൽ ഇനി എന്തായാലും പ്രതീക്ഷയില്ല. അപ്പം നെക്സ്റ്റ് സീസണിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാലായിരിക്കും യുണൈറ്റഡിന് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുക? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക.